അല്ല, ഈ വിഷയത്തിൽ അടിയന്തരമായി മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ സമരക്കാരുമായി ചർച്ച നടത്താൻ തയ്യാറാവണം. അടിയന്തരമായി മുഖ്യമന്ത്രി സമരസമിതി നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കണം. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു റാങ്ക് ഹോൾഡർമാർക്ക് പോലും സത്യാഗ്രഹം ഇരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവരുടെ അധ്യാപക നിയമനം ന്യായമായും കിട്ടേണ്ട കാത്തു കഴിയുന്ന 10,000-കണക്കിന് ആളുകൾക്ക് വേണ്ടി കഴിഞ്ഞ 33 ദിവസമായി അവരിവിടെ സമരത്തിലാണ്. സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരും ചെയ്യുന്നത്. അങ്ങേയറ്റത്തെ അനീതിയാണ്. ജന്തർ മന്ദറിൽ സമരത്തിന് പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി കേരളത്തിൽ സ്വന്തം സെക്രട്ടേറിയറ്റ് നടയിൽ സമരത്തിനിരിക്കുന്നവരെ കാണാതിരിക്കുന്നത് ഇരട്ടത്താപ്പാണ്. PSCയിൽ വലിയ അഴിമതി നടന്നു. ആസൂത്രണ ബോർഡിലേക്കുള്ള പരീക്ഷയിൽ അട്ടിമറി നടന്നു. LDF ഭരണകാലത്ത് നിയമിച്ച PSC ചെയർമാനും അതുപോലെ അംഗങ്ങളുമായിരുന്നിട്ട് പോലും അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ തയ്യാറാവുന്നില്ല. എന്ത് അഡ്ജസ്റ്റ്മെന്റാണ് ഇവിടെ നടക്കുന്നത്? എന്ത് ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്? പിണറായി വിജയൻ സർക്കാർ അപ്പോയിന്റ് ചെയ്ത PSC ചെയർമാനും PSC മെമ്പർമാരും നേരിട്ട് ഈ വിഷയത്തിൽ അഴിമതി നടത്തിയിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാവാത്തത് എന്ത് ധാരണയുടെ പുറത്താണ്? അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം. അടിയന്തരമായി ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി സർക്കാരും ഇടപെടണം.